യാത്രയോളം പാഠങ്ങൾ നൽകുന്ന മറ്റൊന്നില്ല. ദൈവം നൽകിയ ജീവിതവും തുണ്ടുഭൂമിയും മനുഷ്യരെങ്ങനെ വൈവിധ്യമാക്കി എന്നതാണ് ഓരോ യാത്രയും നമുക്ക് നൽകുന്ന സമ്മാനം. ഹിമാലയൻ നിരകളുടെ സൗന്ദര്യം ഹൃദയമിടിപ്പായി മാറിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായ നേപ്പാളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്ത്യയുടെ അയൽരാജ്യമായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. എൻ്റെ ഈ സോളോ യാത്ര ട്രെയിനിലാണ്. എന്നിട്ട് നടന്നുകൊണ്ട് പുതിയൊരു രാജ്യാതിർത്തി കടക്കണം. അതാണ് ലക്ഷ്യം. തിരുവനന്തപുരത്ത് നിന്നും യുപിയിലെ ഗോരഖ്പൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന രപ്തിസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് യാത്ര. ഞായർ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ ഉള്ളത്. ഉച്ചയ്ക്ക് 1:45 പാലക്കാട് നിന്നാണ് ട്രെയിൻ കയറിയത്. ലോങ് ജേണി ആയതിനാലും സ്ലീപ്പർ ടിക്കറ്റ് ലഭ്യമാകാത്തതിനാലും തേർഡ് എസിയിലാണ് യാത്ര ചെയ്തത്. പുറത്തെ കാഴ്ചകളും ട്രെയിനിലെ സംസാരങ്ങളുമായി യാത്ര മുന്നോട്ടു പോകുമ്പോൾ കൂട്ടായി ഏതാനും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതും ഞാൻ കാണാൻ പോകുന്ന രാജ്യത്തിൻ്റെ ചരിത്രവും കഥകളും അടങ്ങിയ ഏതാനും പുസ്തകങ്ങൾ. ഇടയ്ക്കൊന്ന് സ്ലീപ്പർ ക്ലാസ്സിലൊന്ന് പോയി നോക്കി. നല്ല തിരക്കാണ്. വീട്ടിൽ നിന്നും കൊണ്ടുപോയ ഭക്ഷണം തീർന്നപ്പോൾ ട്രെയിനിലെ ഫുഡ് തന്നെ വേണ്ടി വന്നു വിശപ്പടക്കാൻ. അങ്ങനെ 50 മണിക്കൂർ പിന്നിട്ട യാത്രയ്ക്ക് ശേഷം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് ഗോരഖ്പൂർ സ്റ്റേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഇവിടെയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുണ്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് തന്നെ. അവിടെ നിന്നും ഒരുവിധം പുറത്തിറങ്ങി ഇനി പോകേണ്ടത് നേപ്പാളിലേക്കുള്ള സനോലി ബോർഡറിലേക്കാണ്.